പോക്സോ കേസിൽ ഹൈക്കോടതിയിലെ മുൻ ഗവൺമെന്റ് പ്ലീഡർക്ക് ജാമ്യമില്ല. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ മദ്യം നൽകി പീഡിപ്പിച്ചെന്നാണ് കേസ്. മലപ്പുറം പൊന്നാനി സ്വദേശി അഡ്വക്കേറ്റ് നൌഷാദിന്റെ ജാമ്യ ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ബിന്നിലാണ് വിവരങ്ങളുമായുള്ളത്. ബിന്നിൽ, ഈ പെൺകുട്ടിയുടെ പരാതിയിലുള്ള കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ്. അത് സാധാരണ നിലയിൽ ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തതാണ് എന്നുകൂടി കോടതി നിരീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഈ സംഭവം? എന്താണ് ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്ന നിലപാട്? അഭിലാഷ, കോടതി ഉത്തരവ് വായിക്കുമ്പോൾ കോടതി പറഞ്ഞു വയ്ക്കുന്നത് ഈ പെൺകുട്ടിയുടെ മൊഴി അത് ശരിയാണ് എങ്കിൽ ആ വാക്കുകൾ നമുക്ക് നിറകണ്ണുകളോടുകൂടി മാത്രമേ വായിച്ച് പൂർത്തീകരിക്കാൻ കഴിയൂ എന്നാണ് കോടതി പറയുന്നത്. അത്രമാത്രം പെൺകുട്ടി നേരിട്ട പീഡനത്തെക്കുറിച്ചാണ് അവരുടെ മൊഴിയിൽ വിശദീകരിക്കുന്നത്. 2022 നടന്ന ഒരു സംഭവമാണ്. കോഴഞ്ചേരിയിലെ ഒരു ഹോട്ടലിൽ വെച്ച് മദ്യം നൽകി പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നതാണ് പരാതി. ആ പരാതി ഇപ്പോൾ പോലീസിന് മുന്നിലേക്ക് എത്തുകയും ആറന്മുള പോലീസാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ മുൻകൂർ ജാമ്യം തേടിയാണ് ഈ അഭിഭാഷകൻ കോടതിയിലെത്തിയത്. 2011 കാലഘട്ടത്തിൽ ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകനായിരുന്നു പൊന്നാനി സ്വദേശിയായ നൌഷാദ്. അദ്ദേഹമാണ് ഹൈക്കോടതിയിലെത്തുകയും കോടതി ഇപ്പോൾ ആ ജാമ്യം നിഷേധിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ കോടതി എടുത്തിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ മൊഴി തന്നെയാണ്. ആ മൊഴി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഈ പ്രതിക്ക് ജാമ്യം നൽകാൻ കഴിയില്ല എന്നൊരു നിലപാട് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോടതി ഉത്തരവിന്റെ അവസാന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് കെൽസയുടെ അഭിഭാഷക ഈ കുട്ടിയുമായി സംസാരിച്ച ശേഷം ആ റിപ്പോർട്ട് കോടതിയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ ആ പെൺകുട്ടി പറയുന്നത് അവർക്ക് മെഡിസിന് പഠിക്കണം, ഒരു ഫോറൻസിക് സർജൻ ആകണമെന്നതാണ് അവരുടെ ആഗ്രഹം. കോടതി ആ സ്വപ്നം ആ പെൺകുട്ടിക്ക് സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്നൊരു ആശംസ കൂടി ഈ ഉത്തരവിന്റെ ഭാഗമായി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്.